എൻ നെഞ്ചിൽ കുടിയിരിക്കും ഞാൻ മക്കളെ കരിക്കിലൊരു വീഡിയോ ചെയ്തപ്പോഴാണ് അത് ഫസ്റ്റായിട്ട് 1 മില്യൺ കയറിയിട്ട് വൈറലാവുന്നത്. ആദ്യം ഞാൻ ചെയ്തു തുടങ്ങുന്ന സമയത്ത് എല്ലാവരും പറഞ്ഞിട്ടുണ്ട് കോമഡി വീഡിയോസ് കാണിക്കുന്ന കോമാളിത്തരം കാണിക്കുന്ന എന്തിനാണ്, ഞാൻ ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നവരാണ് പട്ടികളെ. കുട്ടി സിംഗിൾ ആണോ? വാലന്റൈൻസ് ഡേക്ക് ഞാൻ ഒരു ദിവസം നോക്കിയപ്പോഴത്തേക്ക് ഇതുപോലെ ഒരു ഡയറി മിൽക്ക് ഒരു റോസാപ്പ് ഇങ്ങനെ നെഞ്ചത്ത് വെച്ചിട്ട് ഇങ്ങനെ നിന്നിട്ടൊരു പടം അയച്ച് ഞാൻ കേൾക്കത്തക്ക രീതിയിൽ തന്നെ ഒരുപാട് പേര് കമൻറ്റ് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. എൻ്റെ മക്കളെയൊന്നും ഞാൻ ഇങ്ങനെ വിടത്തില്ല എന്ന് പറഞ്ഞിട്ട്. ദൈവം ഈ എക്സ്പ്രഷനൊക്കെ എവിടെ നിന്ന് വരുന്നത്? വെക്കട നിൻ്റെ അമ്മയുടെ ചെവിട്ടിലും പഞ്ഞി എന്ന് പറയുന്നൊരു ഡയലോഗ്. ബട്ട് വൈ എൻ്റർടൈൻമെൻറ്റ്സിൻ്റെ പുതിയൊരു ഇൻ്റർവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പം ഉള്ള ഗസ്റ്റ് ആരാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്സര രാജ്. നമ്മള് മാത്രം മര്യാദക്കാരെ ജീവിച്ചാലേ തല്ലുകൊണ്ട് തൂറി മെഴുകത്തേ ഉള്ളൂ. സാറേ, മുഴുവൻ കഴിഞ്ഞിട്ടില്ല എന്റെ സംഭാഷണം. കൊണ്ടുപോവാൻ ആത്മാക്കൾ പാഞ്ഞു വന്ന് പോയതാവും. ഒരു പുരാവസ്തു ഇരിക്കണ വീടല്ലേ? പുരാവസ്തു മുത്തശ്ശി. പേര് പറയാൻ നാണമാണോ? നാണിക്കണ്ട, പറയൂ പ്ലീസ്. അപ്സരയുടെ കുറച്ചധികം വിശേഷങ്ങൾ നമുക്ക് ഇന്ന് ചോദിച്ചറിയാം. ഹായ്. ഹായ്. ടെൻഷനുണ്ടോ? ടെൻഷനുണ്ട്. ഫസ്റ്റ് ഇൻ്റർവ്യൂ ആണ്. അതെ അതെ. ഓക്കെ, നമുക്ക് എന്തായാലും പ്രേക്ഷകർക്ക് അറിയാനുള്ളത് എന്തായിരിക്കും, റിയൽ ലൈഫിൽ നിന്ന് എത്രത്തോളം ഡിഫറെൻ്റ് ആണ് റിയൽ ലൈഫ് അപ്സര എന്നുള്ളതാണ്. ഫാമിലിയിൽ നിന്ന് തന്നെ തുടങ്ങിക്കോ. എൻ്റെ വീട്ടിൽ അച്ഛൻ, അമ്മ, അനിയൻ, ബ്രദറാണുള്ളത്. പിന്നെ അച്ഛമ്മയുണ്ട്. ഇപ്പം ഞങ്ങളുടെ വീട്ടിലല്ല, വേറെ മാറി താമസിക്കുന്നത്. ടോട്ടൽ 4 പേരാണ് ഞങ്ങളുടെ വീട്ടിലുള്ളത്. പിന്നെ ഈ ഒരു വീഡിയോസൊക്കെ ചെയ്ത് തുടങ്ങുന്നതിൻ്റെ അതൊക്കെ പറഞ്ഞോ. തുടക്കം എന്ന് പറയുമ്പം ഞാനൊരു ഡിഗ്രി ടൈമിലാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് വീഡിയോസ്. ആദ്യമൊക്കെ ഫോട്ടോസ് ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. ഫോട്ടോസ് എന്ന് പറയുമ്പോഴത്തേക്ക് പല ടൈപ്പിലുള്ള മറ്റേ നമ്മൾ ഈ റീക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കാറുണ്ടായിരുന്നു. അപ്പോൾ പലപ്പോഴും ഫ്രണ്ട്സ് ആയാലും അല്ലെങ്കിൽ എൻ്റെ ഫാമിലി എന്നെ കണ്ടിട്ട് പലപ്പോഴും കളിയാക്കാറുണ്ടായിരുന്നു, ഇങ്ങനത്തെ ടൈപ്പ് ഫോട്ടോസ് ചെയ്യുക. അല്ലെങ്കിൽ ഞാൻ തന്നെ എഡിറ്റ് ചെയ്യും, മുയൽ കയ്യിലിരിക്കുന്നത്, തലയോട്ടി എഡിറ്റ് ചെയ്യുന്ന അങ്ങനത്തെ ഫോട്ടോസ് പണ്ടത്തെ. ഇപ്പോൾ കുറേ ഞാൻ ഹൈഡ് ചെയ്തിട്ടിട്ടുണ്ട്. അപ്പോൾ ആദ്യം അതായിരുന്നു തുടക്കം. പിന്നീടാണ് വീഡിയോസ്, റീൽസ് വന്നപ്പോഴത്തേക്ക് എൻ്റെ ഫ്രണ്ട്സ് തന്നെ പറഞ്ഞു ഇങ്ങനത്തെ ഒരു സംഭവം വന്നിട്ടുണ്ട്. അന്ന് ടിക്ടോക്ക് ഉള്ള ടൈമിലൊന്നും അക്കൗണ്ട് എനിക്കില്ലായിരുന്നു. ഇപ്പോൾ ടിക്ടോക്ക് ഉള്ളതുപോലെ തന്നെ റീൽസ് ഇപ്പോൾ പുതുതായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ചെയ്തു തുടങ്ങാൻ വേണ്ടിയിട്ട് പറഞ്ഞു. ആദ്യമൊക്കെ ഇമോഷണൽ ടൈപ്പ് വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ, കുറച്ച് സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ. പക്ഷേ അതൊന്നും അത്ര റീച്ചൊന്നും ആയില്ല. പിന്നെ കരിക്കിലൊരു വീഡിയോ ചെയ്തപ്പോഴാണ് അത് ഫസ്റ്റായിട്ട് 1 മില്യൺ കയറിയിട്ട് വൈറലാവുന്നത്. അപ്പോഴാണ് കുറച്ച് അക്കൗണ്ട് റീച്ച് ആയത്. പക്ഷേ എന്നെ ശരിക്കും ഞെട്ടിച്ചെന്താണെന്ന് അറിയാമോ, സോഫ്റ്റ്വെയർ ഡെവലപ്പറാണ്. ഭയങ്കര എൻ്റെ ഡിഫറെൻ്റ് ആണ് കേട്ടോ. അതായത് ഭയങ്കര സീരിയസ് ആയിട്ട് IT എംപ്ലോയി ആയിട്ടിരിക്കേണ്ട ഒരാൾ ഭയങ്കര ഫണ്ണായിട്ടുള്ള കാര്യങ്ങൾ. പിന്നെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ മറ്റേ ലേഡീസ് അങ്ങനെ ഈ പുരുഷന്മാരുടെ വോയിസ് അങ്ങനെ ഇമിറ്റേറ്റ് ചെയ്തിട്ട് അങ്ങനത്തെ അല്ലെങ്കിൽ അങ്ങനത്തെ റീൽസൊന്നും അങ്ങനെ അധികം ആരും ചെയ്ത് കാണാറില്ല. അതെന്താ ഈ രണ്ട് വർക്ക് ലൈഫും ഈ റിയൽ ലൈഫും കൂടെ എങ്ങനെയാണ് ബാലൻസ് ചെയ്തു പോകണേ എന്ന് പറഞ്ഞാൽ എൻ്റെ നോർമലായിട്ടൊരു ഇടത്തരം കുടുംബത്തിൽ നിന്ന് വരുന്ന ഒരാളാണ്. അപ്പം എൻ്റെ അച്ഛനെന്ന് വെച്ചാൽ വെൽഡിങ് വർക്ക്ഷോപ്പും കാര്യങ്ങളൊക്കെയാണ് ഉള്ളത്. അപ്പം പുള്ളിക്കാരന് കുഞ്ഞിലെ അച്ഛൻ മരിച്ചതുകൊണ്ട് പഠിക്കാനൊന്നും പറ്റിയിട്ടില്ല. അപ്പം അച്ഛൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു എനിക്ക് എന്തെങ്കിലും ഒരു ജോലി കിട്ടണം എന്നുള്ളത്. അപ്പോൾ അച്ഛൻ അത്രയും കഷ്ടപ്പെട്ടിട്ടാണ് എനിക്ക് PG ഒക്കെ പോയപ്പോൾ സമയത്ത് ഒത്തിരി കഷ്ടപ്പെട്ടിട്ടാണ് വിട്ടിട്ടുള്ളത്. അപ്പോൾ എൻ്റെ ഒരു വലിയ ആഗ്രഹമായിരുന്നു ജോലി മേടിക്കണം എന്നുള്ളത്. അപ്പോൾ ആ സമയത്ത് ഞാൻ ഇൻറ്റേൺഷിപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഇങ്ങനൊരു ഇൻ്റർവ്യൂ വന്നിട്ട് അറ്റൻഡ് ചെയ്തതിൻ്റെ ഇൻ്റർവ്യൂ കിട്ടി. അങ്ങനെയാണ് എനിക്ക് ജോലിക്ക് കയറിയത്. അപ്പോൾ എൻ്റെ ഒരു സാഹചര്യം വെച്ചിട്ട് അല്ലെങ്കിൽ വീട്ടിലെ സിറ്റുവേഷൻ അനുസരിച്ചിട്ട് എനിക്കിപ്പം ജോലി നിർത്തിയിട്ട് ഫുള്ളായിട്ട് ഇങ്ങനത്തെ ഒരു സാധനം ചെയ്ത് നടക്കാൻ പറ്റുന്നൊരു ടൈം അല്ലായിരുന്നു. അപ്പം മെയിനായിട്ട് ജോലി എന്ന് പറയുന്ന കാര്യം തന്നെ കോൺസെൻട്രേറ്റ് ചെയ്ത്. പിന്നെ അതിനിൽ എനിക്ക് കുറച്ചുകൂടെ പാഷനുള്ള സാധനം ഇതാണ്. അപ്പം അത് നിർത്താണ്ട് കൂടെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നോക്കിയിട്ടുണ്ട്. അത് രണ്ടും ഒന്ന് ബാലൻസ് ചെയ്ത് പോകണം എന്നുള്ളൊരു ബാലൻസ് ചെയ്ത്. പക്ഷേ ഇപ്പോൾ എനിക്ക് ജോലി കുറച്ചും കൂടെ കൂടിയപ്പോഴത്തേക്ക് ഇതിന് കുറച്ച് ടൈം കിട്ടുന്നില്ല. എന്നാൽ ടൈം കിട്ടുമ്പോഴൊക്കെ അത് മാനേജ് ചെയ്ത് പോകുന്നുണ്ട്. എൻ്റെ ഒരു സന്തോഷമാണ്. ആദ്യം ഞാൻ ചെയ്തു തുടങ്ങുന്ന സമയത്ത് എല്ലാവരും പറഞ്ഞിട്ടുണ്ട് കോമഡി വീഡിയോസ് കാണിച്ചതിന് കോമാളിത്തരം കാണിക്കുന്ന എന്തിനാണ്. പക്ഷേ എനിക്കെപ്പോഴും ഞാൻ വിചാരിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ മറ്റുള്ളവർ നമ്മളെ കൊണ്ട് വിഷമിക്കണ്ട, അവർ ജസ്റ്റ് സന്തോഷിക്കട്ടെ. എൻ്റെ അക്കൗണ്ട് കണ്ടിട്ട് 2-3 പേർക്കെങ്കിലും മനസ്സിന് സന്തോഷം ഉണ്ടാകുന്നെങ്കിൽ ഉണ്ടായിക്കോട്ടെ എന്ന് എഴുതിയിട്ട് കണ്ടിന്യൂ ചെയ്യും. പിന്നെ എനിക്ക് അത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അത് താഴെ വരുന്ന വീഡിയോയുടെ താഴെ വരുന്ന കമൻറ്റുകളെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം ഈ എക്സ്പ്രഷനൊക്കെ എവിടെ നിന്ന് വരുന്നത്, ആളെ കണ്ടാൽ ഇത്തിരിയേ ഉള്ളൂ പക്ഷേ എക്സ്പ്രഷനൊക്കെ ഭയങ്കര ഗംഭീരമാണല്ലോ. അതായത് നമ്മുടെ ജഗതി ചേട്ടനെയൊക്കെയാണ് ലിമിറ്റേറ്റ് ചെയ്യുന്ന സാധനം വരുമ്പോഴത്തേക്ക്
നമുക്ക് എവിടെയും എന്നൊരു ഫീല് വരുന്നില്ല. പക്കയായിട്ട് ഓരോ സാധനവും അത്രയും പെർഫെക്റ്റ് ആയിട്ട് ചെയ്തെടുക്കാൻ തന്നെ സിമ്പിൾ കാര്യമല്ല. അപ്പോൾ ഇത് ഫസ്റ്റ് റീൽ ഏതാ, അതായത് ഈ കോമഡി ആയിട്ട് ചെയ്തു തുടങ്ങുന്നത്? അത് ഞാൻ പറഞ്ഞ പോലെ കരിക്കിൻ്റെ വീഡിയോ ആണ് ഫസ്റ്റ് ചെയ്യുന്നത്. പിന്നെ എൻ്റെ ജഗദീഷ് സാറിൻ്റെ ഒരു വീഡിയോ ആണ്. അത് ഞാൻ ഓഫീസിലിരുന്ന് ജസ്റ്റ് എൻ്റെ ഫ്രണ്ട് വെറുതെ ഷൂട്ട് ചെയ്തെന്നൊരു വീഡിയോ ആണ്. അത് 3 മില്യൺ അടിച്ചു. അപ്പോഴത്തേക്ക് അത് നല്ല റീച്ചായ വീഡിയോ. ഇപ്പോഴും ആൾക്കാർ, ഞാൻ ജഗദീഷ് സാറിൻ്റെ വീഡിയോസാണ് കൂടുതൽ ചെയ്യുന്നത്, പക്ഷേ എല്ലാവരും ജഗദീഷ് സാറിൻ്റെ പേര് പറഞ്ഞിട്ടാണ് ചോദിക്കുന്നത്, ആ വീഡിയോസ് ചെയ്യാറില്ലേ? എല്ലാവരും ഒന്നും ചോദിക്കില്ല, ഇടയ്ക്ക് വല്ലപ്പോഴും ആൾക്കാർ വന്നിട്ട് വന്ന് സംസാരിക്കുന്ന സമയത്ത് ഇതുപോലെ ചോദിക്കുമ്പോൾ ഭയങ്കര ഹാപ്പി ആവാറുണ്ട്. അതെന്ന് വെച്ചാൽ കാരണം ഈ 2 നടന്മാരുടെയും പ്രത്യേകത എന്ന് വെച്ചാൽ അവരുടെ മൈന്യൂട്ടുള്ള എക്സ്പ്രഷൻ വെച്ച് വരെ നമ്മളെ ഭയങ്കരമായിട്ട് അവർക്ക് ചിരിപ്പിക്കാൻ പറ്റാറുണ്ട്. അതെ അതെ. ഈ സാധനം അതേപടി ചെയ്ത് വെക്കുക എന്ന് പറഞ്ഞാൽ നിസ്സാരമല്ല. കാരണം നമുക്കത് കാണുമ്പോൾ ചിരി വരണം, നെഗറ്റീവ് തോന്നാൻ പാടില്ല, ഇതെല്ലാം ഉണ്ടല്ലോ അതിനകത്തിൽ. അപ്പം ഏറ്റവും കൂടുതൽ ഇങ്ങനെ ഫസ്റ്റ് ഭയങ്കരമായിട്ട് വൈറലായി കഴിഞ്ഞിട്ടൊരു ഭയങ്കര ഒരു കമൻ്റ് ഉണ്ട്, ഇത് കൊള്ളാം, ഇത് കണ്ടിന്യൂ ചെയ്ത് പോവാം എന്ന് തോന്നിയത്? അല്ല, ഈ മെയിനായിട്ട് എക്സ്പ്രഷൻസിൻ്റെ കാര്യം എല്ലാവരും ചോദിക്കാറുണ്ട്. മറ്റേ ജോക്കുട്ടൻ എന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരെ യൂട്യൂബറാണ്. പുള്ളി എൻ്റെ ഒരു ഹരിശ്രീ അശോകൻ സാറിൻ്റെ വീഡിയോ ഒരെണ്ണം റിയാക്ട് ചെയ്തിട്ടുണ്ട്. അതിന് പോസിറ്റീവായിട്ടാണ് റിയാക്ട് ചെയ്തത്. അതിൽ എൻ്റെ ചിരി ഇങ്ങനെ കോമഡി ടൈപ്പിലുള്ള ചിരി നന്നായിട്ട് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഒരുപാട് പേര് ഷെയർ ചെയ്ത് തന്നിട്ടാണ് ഞാൻ കണ്ടത്, ഞാൻ അല്ലാണ്ട് കണ്ടതല്ല. അപ്പോൾ അത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. ഇത്രയും നന്നായിട്ട് കണ്ടൻറ്റ് ചെയ്യുന്ന ഒരാൾ പെട്ടെന്ന് അത് റിയാക്ട് ചെയ്ത് എന്നെപ്പോലൊരാൾ പരിഗണിച്ചു എന്ന് പറഞ്ഞ സന്തോഷം ഭയങ്കരമായിരുന്നു. അതിനകത്ത് ഞാൻ ഇങ്ങനെ ചിരിച്ചതായിട്ട് പറഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. വീട്ടുകാരുടെ സപ്പോർട്ട് എങ്ങനെയുണ്ടായിരുന്നു? അതായത് ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്തു വൈറലായി, അപ്പോൾ എനിക്ക് ഇപ്പോൾ ചിലപ്പോൾ കുറേ പേര് കാണുന്നതായതുകൊണ്ട് ഞാൻ പറയാം, എൻ്റെ നാടെന്ന് പറയുമ്പോഴത്തേക്ക് അത്ര ഭയങ്കര ഒരു നാട്ടും പ്രദേശമാണ്. ആദ്യമായിട്ട് വീഡിയോസ് ചെയ്യുമ്പോഴത്തേക്ക് ആൾക്കാർക്ക് ഭയങ്കരമായിട്ട് ഇത് ഉൾക്കൊള്ളാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പോൾ പശുക്കളെ കൊണ്ട് ആൾക്കാരൊക്കെ റോഡ് സൈഡിലൂടെ പോകും, അല്ലെങ്കിൽ വയലിൻ്റെ അടുത്തൂടെയൊക്കെ പോകുമ്പോൾ അവിടെ നിന്നിട്ട് വീഡിയോസ് ട്രൈപോഡിൽ കുത്തി വെച്ചിട്ടായിരിക്കും എടുക്കുന്നത്. ചിലപ്പോൾ അത് മറിഞ്ഞ് തോട്ടിലും വയലിലൊക്കെ വീഴാറുണ്ട്. അപ്പോൾ ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ നോക്കുമ്പോൾ ഒരു പെങ്കൊച്ച് ഒറ്റയ്ക്ക് ഇങ്ങനെ നിന്നിട്ട് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത്, എന്തൊക്കെ ഞാൻ സൗണ്ട് ഇല്ലാതെ സംസാരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് എന്തോ നടക്കുന്നത് കാണുന്നവർക്ക് അറിയത്തില്ല. അപ്പോൾ ഇവർ എൻ്റെ ജീവിതത്തിൽ യഥാർത്ഥം സംഭവിച്ചിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു അമ്മുമ്മ ഒരു കുട്ടിയെ കൊണ്ടിട്ട് പശുവിനെയും കൊണ്ട് സൈഡ് വഴി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. പെട്ടെന്ന് ഞാൻ അവിടെ നിന്ന് വീഡിയോ എടുക്കുന്ന കണ്ടിട്ട് ഇവർ ആ കുട്ടിയെ വിളിച്ചിട്ട് വീട്ടിൽ പെട്ടെന്ന് കയറ്റിയിട്ട് കൊണ്ടുപോയിട്ടുണ്ട്. അതെനിക്ക് അവരൊക്കെ നോക്കുമ്പോഴത്തേക്ക് ഇതെന്തോ തെറ്റാണ്, ഇങ്ങനെ ചെയ്തുകൂടാ, പ്രത്യേകിച്ച് ഗേൾസ് ഇങ്ങനെ ചെയ്തുകൂടാ എന്നുള്ളത്. അതെനിക്ക് തന്നെ ഞാൻ കേൾക്കത്തക്ക രീതിയിൽ തന്നെ ഒരുപാട് പേര് കമൻറ്റ് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, എൻ്റെ മക്കളെയൊന്നും ഞാൻ ഇങ്ങനെ വിടത്തില്ല എന്ന് പറഞ്ഞിട്ട്. പക്ഷേ എനിക്കത് സന്തോഷമുള്ള കാര്യം ആയതുകൊണ്ട്, അപ്പോൾ എൻ്റെ വീട്ടുകാർക്ക് ഫസ്റ്റ് നാട്ടുകാരെന്ത് പറയും എന്നുള്ളൊരു ഭയങ്കര പേടിയും കാര്യങ്ങളും ഉണ്ടായിരുന്നു. അപ്പോൾ അവരത് ആദ്യമൊക്കെ പറഞ്ഞു, ഈ ഒരു ഇത്ര സ്ഥലത്ത് വെച്ചിട്ട് എടുത്താൽ മതി, പുറത്തോട്ട് അങ്ങനെ പോകണ്ട എന്നുള്ള രീതിയിൽ സംസാരിക്കുമായിരുന്നു. പിന്നീട് അച്ഛൻ്റെ ഫ്രണ്ട്സും അതേ കണക്ക് റിലേറ്റീവ്സൊക്കെ നല്ല അഭിപ്രായം പറയുന്നു. മോശമായിട്ട് എന്ന് വെച്ചാൽ എല്ലാവരുടെയും ഇഷ്ടമാണ് അവരുടെ ഡ്രസ്സ് അനുസരിച്ചല്ല, പക്ഷെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ കുറേ കൂടെ എക്സ്പോസ് ചെയ്തൊന്നും ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല. അപ്പം അങ്ങനത്തെ ടൈപ്പ് വീഡിയോസിനേക്കാളും കുറച്ചും കൂടി ബെറ്റർ ആണ്, ആൾക്കാർക്ക് സന്തോഷമുണ്ട്. പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ കേട്ടതിന് ശേഷം വീട്ടുകാർ നല്ല സപ്പോർട്ടാണ്. ഇപ്പോൾ എവിടെ പോകണമെങ്കിലും എന്ത് പോകണമെങ്കിലും അവരെല്ലാത്തിനും സപ്പോർട്ട് ചെയ്യാറുണ്ട്, എല്ലാത്തിനും കൂടെ വയ്ക്കാറുണ്ട്. ഈ റീലിലൊക്കെ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മറ്റേ നേരത്തെ ട്രൈപോഡ് വെച്ചിട്ട് തനിയെ അപ്പം ഇതിലൊക്കെ ഹെൽപ്പ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇപ്പം എന്ന് പറയുമ്പോൾ മെയിനായിട്ട് അനിയൻ തന്നെ ഷൂട്ട് ചെയ്തിടും വീഡിയോസൊക്കെ. പിന്നെ നമ്മുടെ ഈ ജഗദീഷ് സാറിൻ്റെ വീഡിയോയിൽ ഇടയ്ക്ക് ഒരു അസ്ഥികൂടത്തിൻ്റെ സംഭവം ചെയ്ത്, അതുപോലെ തന്നെ സ്വിച്ച് ബോർഡ്, മെയിൻ സ്വിച്ച്, ഇങ്ങനെയുള്ള പരിപാടിയൊക്കെ എന്തെങ്കിലുമൊക്കെ ഞാൻ എന്തെങ്കിലും ഇന്നൊരു സാധനം എനിക്ക് വേണം അച്ഛ ബാക്ക്ഗ്രൗണ്ടിൽ വെക്കാനാണെന്ന് പറഞ്ഞാൽ അച്ഛ ഉടനെ അത് എന്തെങ്കിലുമൊക്കെ തട്ടിക്കൂട്ടി അത് അങ്ങനെ തന്നെ ആക്കി സെറ്റ് ചെയ്ത് തരും പെട്ടെന്ന് തന്നെ. ഭയങ്കര സന്തോഷമായിട്ടുണ്ടാവില്ലേ? സപ്പോർട്ട് എന്ന് വെച്ചാൽ വീട്ടുകാരുടെ ഭാഗത്തു നിന്ന് കിട്ടുമ്പോഴത്തേക്ക് നമുക്ക് നല്ല സന്തോഷമാണ്. ഫ്രണ്ട്സ് ആയാലും ശരി ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. എൻ്റെ ഫ്രണ്ടാണെന്ന് പണ്ടൊക്കെ എന്നെ ഒറ്റപ്പെടുത്തി മാറ്റി നിർത്തിയ ആൾക്കാർ പലരും ഉണ്ടായിട്ടുണ്ട്. അവരൊക്കെ ഇപ്പം എൻ്റെ ഫ്രണ്ടാ അങ്ങനെ പറയുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം. ബാക്കിലുള്ള കാര്യങ്ങളൊക്കെ ഇതൊക്കെ സെറ്റാക്കി തരുമെന്ന് പറഞ്ഞില്ല. അപ്പോൾ അതുപോലെ തന്നെ ഭയങ്കരമായിട്ട് നമ്മളെല്ലാവരും നോർമലി ചിന്തിക്കുന്നൊരു കാര്യം കോസ്റ്റ്യൂംസ്, ഈ ഒരു ക്യാരക്ടറാകാൻ വേണ്ടിയിട്ടുള്ള ബാക്കി കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്യുക, ഇതിൻ്റെയൊക്കെ ഒരു അറേഞ്ച്മെൻറ്റ് എങ്ങനെയാണ്? അപ്സര തന്നെ അറേഞ്ച്മെൻ്റ് എന്ന് പറയുമ്പം ഞാൻ ഈ മീഷോയിൽ നിന്ന് ഒരു 3-4 ടീഷർട്ട് മേടിച്ചിട്ടുണ്ടായിരുന്നു. അത് തന്നെ സ്ഥിരം യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ പിന്നീട് അച്ഛൻ്റെ അനിയൻ്റെയും ഡ്രസ്സാണ് കൂടുതൽ. അതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ ജഗദീഷ് സാറിൻ്റെ വീഡിയോ ചെയ്യുമ്പം കൂടുതലൊരു വയലറ്റ് ഉടുപ്പാണ് ഞാൻ ഇടാറുള്ളത്. അതെൻ്റെ അച്ഛൻ്റെ ഉടുപ്പാണ്. അവസാനം കുറേ പേര് അതിനകത്ത് ഇന്ന് യൂണിഫോം കണ്ടില്ലേ എന്ന് കമൻറ്റ് വരാൻ തുടങ്ങി.
ഇപ്പൊ കുറച്ച് ടീഷർട്ട് ഞാൻ പുതുതായിട്ട് ഇറക്കുമതി ചെയ്തിട്ടുണ്ട്. അല്ല, ഈ പുതുതായിട്ട് ഇറക്കുമതി ചെയ്തിട്ട് കാര്യമില്ലല്ലോ, മറ്റേ ക്യാരക്ടർ ആവുക എന്നുള്ള സാധനം വരുമ്പോഴത്തേക്ക് യൂസ്ഡ് ആയെന്നുള്ളതൊക്കെ വരണമല്ലോ. മിക്കുള്ളവരും പറയുന്ന ഒരു കേസ് എന്ന് വെച്ചാൽ ഞാൻ വലിയൊരു പൊട്ട് വെക്കും. അത് ഫസ്റ്റ് തൊട്ടേ എനിക്കത് ഒരു കോൺഫിഡൻസാണ്. അപ്പോൾ എല്ലാവരും പറയും എന്തിനാ ജഗതി ഒരു മെയിൽ ക്യാരക്ടർ ചെയ്യുമ്പോൾ എന്തിനിങ്ങനെ പൊട്ട് വെക്കുന്നതെന്ന് ചോദിക്കും. വേറെ മേക്കപ്പ് അധികം ഞാൻ ഇടാറില്ല, ഒരു പൊട്ട് മാത്രം. പക്ഷെ ഞാൻ എനിക്കൊരു കോൺഫിഡൻസ് ആ പൊട്ട് വെക്കുന്നതെന്ന് പറയും. പക്ഷെ അതൊരു ഭംഗിയുമാണ്. ചിലർ പറയും മീശ വരച്ചൂടെ, ബോയ്സ് ക്യാരക്ടർ അല്ലേ ചെയ്യുന്ന കൂടുതലും മീശ വരച്ചൂടെ. പക്ഷെ എനിക്കത് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ കുറേ കൂടെ ആർട്ടിഫിഷ്യൽ ആക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ ഒരു വട്ടം ട്രൈ ചെയ്ത് നോക്കി മീശ വരച്ച്. പക്ഷെ എനിക്ക് തോന്നുന്നു ഞാൻ പെണ്ണാണെന്ന് എല്ലാവർക്കും കാണുമ്പോഴേ അറിയാലോ. അപ്പോൾ അവരങ്ങനെ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ പിന്നെ അതിനകത്ത് വേറെ മേക്കപ്പും കാര്യങ്ങളും അധികം ഒന്നും ചെയ്യണ്ടെന്ന് വിചാരിച്ചിട്ട് ചെയ്യാറില്ല. നമ്മുടെ പഴയ നടി രഞ്ജിനിയില്ലേ, രഞ്ജിനിയെ പോലെ ഇരിക്കുന്നുണ്ട് അല്ലെങ്കിൽ അതുപോലെയൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ആരെങ്കിലും കമന്റ് പറഞ്ഞിട്ട്? കുറച്ച് പേരധികം പറഞ്ഞിട്ടുണ്ട്. കാര്യം അതിൻ്റെ അകത്ത് അങ്ങനെ കമൻറ്റ് കണ്ടിട്ടാണ് പിന്നെ ഞാൻ മറ്റേ ഇതിനകത്ത് വീഡിയോ ചെയ്ത്, ചിത്രം മൂവിയിലെ വീഡിയോ ചെയ്ത് ഒരുപാട് സജഷൻ വന്നിട്ടാണ് ചെയ്തത്. അപ്പം അത് അത്യാവശ്യം നല്ല രീതിയിൽ ക്ലിക്കാവുകയും ചെയ്ത് ആ വീഡിയോ. കുറേ പേര് പറഞ്ഞിട്ടുണ്ട് എൻ്റെ അടുത്ത് ആ ഒരു ചായ ഉണ്ടെന്ന് പറഞ്ഞിട്ട്. പക്ഷേ എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. ഇനി നമുക്കൊരു ചെറിയ ഗെയിം ആവാം. എന്താ പറയുന്നത്, ഞാൻ കുറച്ച് ഫിലിംസിലെ സീൻസ് കാണിക്കും. ആ സീനിൽ അവർ പറഞ്ഞ ഡയലോഗ് എന്താണെന്ന് അപ്സര പറയണം. ഇതാണ് ഗെയിം. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. കഞ്ഞി എടുക്കട്ടെ മാണിക്ക. മല മല, കുഞ്ഞിൻ്റെ പേര് മല. ഇതിനകത്ത് മൂവി പോലും എനിക്ക് ഓർമ്മ വരുന്നില്ല. മൂവിൻ്റെ ക്ലൂ വേണമെങ്കിൽ ഞാൻ തരാം. 2 countries. 2 countries ഓർമ്മ വരുന്നില്ല. എന്നാ ഇതിനെയൊക്കെ കാണുമ്പോഴാണ് വീട്ടിലിരിക്കുന്നതിനെ എടുത്ത് കാണിച്ചത്. ഡയലോഗ് എന്ത് റിസർവ് ബാങ്ക് ഉണ്ട്, എനിക്ക് 2 എണ്ണം. ആ ഒരു മോഡുലേഷൻ വരെ കറക്റ്റ് 2 എണ്ണം. ഞാൻ ട്രൈ ചെയ്തതാ. എൻ്റെ ട്രൈ ലെവൽ വീണടാ. എനിക്ക് ചെറുതാ പറ്റില്ല. ഇത് നമ്മുടെ എന്താ പറയുക, മലയാളികൾക്ക് തന്നെ ആവേശമാവുന്ന ഡയലോഗ്സും കാര്യങ്ങളൊക്കെ. ഓക്കെ, പൊട്ടിക്ക് ഇല്ലെങ്കിൽ എൻ്റെ കയ്യിലോട്ട് ദിനത്തില് അതിന് താക്കോൽ എൻ്റെ കയ്യിൽ ഇല്ലല്ലോ. ആ ഡയലോഗ് ഇത് ഞാൻ ചെയ്തിട്ടുണ്ട് ഓൾറെഡി. അതുകൊണ്ട് ഓക്കെ ഓക്കെ. JK ജസ്റ്റ് കിഡിങ്, അത് കറക്റ്റ് അറിയാം. എല്ലാം അറിയാം, കുട്ടിക്ക് എല്ലാം അറിയാം. നിനക്ക് പ്രായപൂർത്തിയായതാണോ? ആയി സാർ 2 വട്ടം. അതോർമ്മയുണ്ട്. എൻ നെഞ്ചിൽ കുടിയിരിക്കും ഞാൻ മക്കളെ, അതാണ്. അതെ. വിജയ് ഫാനാണോ? വിജയ് ഇഷ്ടമാണ്, ഫാന് അങ്ങനെ എല്ലാവരും ഇഷ്ടം. വെക്കട നിന്റെ അമ്മയുടെ ചെവിട്ടിലും പഞ്ഞി എന്ന് പറയുന്നൊരു ഡയലോഗ് കറക്റ്റാണ്. ഞാൻ ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നവനാണ് ആ പട്ടികളെ. ഡബിള് അവിടെയും കണ്ടു ഇവിടെയും കണ്ടു. ജഗതിയുടെ കാര്യം വരുമ്പോൾ ഒരു ആവേശമായിരിക്കുമല്ലോ. ഓ, സ്വാഭാവികം. അടി സക്കേ അല്ലേ? ഇത് ഞാൻ പണ്ട് കോളേജിൽ ചെന്നപ്പോഴത്തേക്ക് ഫസ്റ്റ് ഫ്രഷേഴ്സ് ഡേക്ക് എന്നെ കൊണ്ട് ചെയ്യിച്ച ഡയലോഗാണിത്. അതെന്ന് വെച്ചാൽ ലോറിയും കാര്യങ്ങളും എല്ലാം സെറ്റ് ചെയ്യുന്ന കണക്ക് ഡെസ്ക് എല്ലാം പിടിച്ചിട്ടിട്ട് എൻ്റെ കുറേ ടീമായിട്ട് പിള്ളേരെ തിരിച്ചിട്ട് ഫസ്റ്റ് അതിനകത്ത് മറ്റേ വാളയാർ പരമസ്ഥ ശിവത്തിൻ്റെ റോളാണ് ഞാൻ ചെയ്തത്. ആ സാറേ എന്താ സാറേ അങ്ങനെ ഒരു ഡയലോഗ് ഇല്ല അത്. അപ്പോൾ ഗെയിമൊക്കെ നൈസായിരുന്നു. എന്താ അത് എല്ലാം കറക്റ്റായിട്ട് പക്കയായിട്ട് പറഞ്ഞു. ഇത് കരച്ച് കലക്കി കുടിച്ചിട്ടാണ് വന്നിരിക്കുന്നത് നമ്മുടെ അപ്സര. ആരുടെ അടുത്ത കളി ആർക്കിട്ടെ എന്നുള്ളൊരു ടോണൊക്കെ ഉണ്ട് അല്ലേ? എല്ലാം അരച്ച് കലക്കി എനിക്കറിയാം. കാരണം എന്തായാലും സിനിമേൻ്റെ ഡയലോഗൊക്കെ ഇരുന്ന് കാണാതെ പഠിച്ചിട്ട് വരണം. അടുത്ത് ഗെയിം വെറുതെ ആയിപ്പോയി ഗൈസ്, എല്ലാം പറഞ്ഞു. ഓക്കെ, അപ്സരയുടെ ന്യൂ ഇയർ റെസൊല്യൂഷൻ എന്താണ്? റെസൊല്യൂഷൻ എന്ന് പറയുമ്പം പ്രത്യേകിച്ച് ചേഞ്ചസ് ഒന്നുമില്ല. പക്ഷേ എൻ്റെ ഈ 2 കാര്യങ്ങളും പുതുതായിട്ട് അല്ലെങ്കിൽ പഴയതായിട്ടുള്ള കാര്യങ്ങൾ തന്നെ പിന്നെയും കണ്ടിന്യൂ ചെയ്യണം. പുതുതായിട്ടൊന്നും റെസൊല്യൂഷനായിട്ട് എടുത്തിട്ടില്ല. അതിലൊന്നും ആവശ്യമില്ല ഗൈസ്, പെർഫെക്റ്റ് ആണ്. പോകുന്ന വഴിക്ക് പോട്ടെ, അവിടെ ചെല്ലുമ്പോൾ കാണാം, അത്രേ ഉള്ളൂ. എനിക്കൊരു പടം കിട്ടി.
എൻ്റെ അച്ഛൻ പറയുന്നതെന്ന് വെച്ചാൽ നിൻ്റെ ഈ കീലത്തരങ്ങളെല്ലാം സഹിക്കാൻ പറ്റുന്ന ഒരാളായിരിക്കും. ഈ രാം ചരൺ എന്നിട്ട് ഭയങ്കര ക്രഷായിരുന്നു. പുള്ളിക്കാരൻ്റെ കല്യാണം കഴിഞ്ഞപ്പോൾ ഞാൻ കരഞ്ഞിട്ടുണ്ട്. പിന്നെ ഒരു ഘട്ടം എത്തിയപ്പോൾ ഞാൻ തന്നെ തിരിച്ചറിയാൻ എനിക്ക് ഡാൻസ് ചെയ്യാനുള്ള കഴിവില്ല. അങ്ങനെ ഞാൻ നിർത്തി. രോമാഞ്ചിനെ കൊണ്ടുവയ്ക്കുന്ന സമയമാണെങ്കിൽ ഞാനെടുത്ത് സ്ക്രീൻഷോട്ട് ചെയ്തിട്ട് മെൻഷൻ ചെയ്തിടും. എല്ലാവരും തിരിച്ചു നിർത്തിയാലല്ലേ നീല നിറത്തിലും ഉണ്ടല്ലോ ഒരെണ്ണം.